ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തു യേശുവിലൂടെ ലഭ്യമായിരിക്കുന്ന എല്ലാ നന്മകൾക്കായും സംരക്ഷണത്തിനായും ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഹോസന്ന എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചെറിയ ഒരു ചിന്ത പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവ് മലയരികെ ബേത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുകയും നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറയുകയും തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്നും കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രൻ ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിലെ സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. യേശു ക്രിസ്തു വചനമായ ദൈവം ജഡമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തെ പാപത്തിന്റെ ശാപത്തിൽ നിന്നും വിടുവിച്ച് അവന് നിത്യജീവൻ നൽകി വീണ്ടെടുക്കുവാൻ ആണ്. മനുഷ്യ മനസ്സിന്റെ എല്ലാ വ്യാപാര തലങ്ങളെയും മനസ്സിലാക്കിയവൻ അധ്വാനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വ്യഥകൾ അറിഞ്ഞവനാണ്. ലോകപ്രകാരമുള്ള തന്റെ കുടുംബത്തിന് വേണ്ടി 18 വർഷക്കാലം അധ്വാനിച്ചവനാണ്. കേവലം 3.5 വർഷത്തെ തന്റെ പരസ്യ ശുശ്രൂഷയിലൂടെ ദൈവരാജ്യത്തെയും ദൈവശക്തിയെയും വെളിപ്പെടുത്തി. തന്നെ പറ്റിയുള്ള പ്രവചനങ്ങളുടെ നിവർത്തീകരണം യഥാസമയം നിറവേറപ്പെട്ടുകൊണ്ട് ഇരുന്നു. യേശുവിന്റെ ജനനത്തെ പറ്റി പ്രവാചകനായ യെശയ്യാവ് തന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവചനം 9 അധ്യായം 6 വാക്യത്തിൽ പ്രകാരം പറയുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് യെരുശലേമിലേക്കുള്ള തന്റെ രാജകീയ പ്രവേശനത്തെ BC 409 പ്രവാചകനായ സക്കറിയാവ് പ്രവചിച്ചു. സക്കറിയ പ്രവചനം 9 അധ്യായം 9 വാക്യം: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ യേശുവിന്റെ ഈ പട്ടണ പ്രവേശനം വളരെ അപകടം പിടിച്ച സമയത്താണ് നടന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷകരായ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ തക്കം പാർത്തിരുന്ന സമയത്താണ് സമാധാന പ്രഭുവിന്റെ രാജകീയ ഘോഷയാത്ര എന്ന് കാണാം. ഒന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിഷ്ഠോത്സവത്തിൽ ദൈവാലയത്തിൽ വെച്ച് യേശു താൻ ദൈവപുത്രനാകുന്നു എന്ന് പ്രസ്താവിച്ചത് യഹൂദ നേതാക്കന്മാരെ കുപിതരാക്കി. യോഹന്നാൻ 10:39 അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്ന് നാം വായിക്കുന്നു. യോർദാൻ അക്കരെ ചെന്ന് യേശു പാർത്തു. രണ്ടാമതായിട്ട് നാം കാണുന്നത് യേശു ബഥാന്യയിലെ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിൽ അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. യോഹന്നാൻ 11 അധ്യായം 53-54 വാക്യങ്ങളിൽ യഹൂദ മത മേധാവികൾ അന്ന് മുതൽ
യേശുവിനെ കൊല്ലുവാൻ ആലോചിച്ചു. യേശു എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് മാറിപ്പോയി. മൂന്നാമത് നാം ശ്രദ്ധിക്കുമ്പോൾ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീണ്ടും ബെഥാനിയയിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് മറിയ പരിമളതൈലം പൂശി കർത്താവിനെ ആദരിച്ചത്. വലിയ പുരുഷാരം യേശുവിനെ കാണുവാൻ വന്നുകൂടി. യഹൂദ പ്രമാണിമാർ യേശുവിനെ മാത്രമല്ല ലാസറിനെയും കൊല്ലുവാൻ ആലോചിച്ചു. യോഹന്നാൻ 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പിറ്റേ ദിവസമാണ് ജനം യേശുവിനെ ഹോസന്ന പാടിയത്. ഹോസന്ന എന്ന പദത്തിന് ഇപ്പോൾ രക്ഷിക്ക എന്നാണ് അർത്ഥം. യുദ്ധത്തിൽ ജയാളിയായ ഒരു രാജാവിന് നൽകുന്നതിലും കങ്കേമമായ ഒരു സ്വീകരണമാണ് രാജാതിരാജാവും കർത്താവുമായ യേശുവിന് അന്ന് ലഭിച്ചത്. യേശുവിനെ തങ്ങളുടെ രാജാവായി മസിഹയായി യഹൂദജനം അംഗീകരിച്ചില്ലെങ്കിലും അവരറിയാതെ സക്കറിയാ പ്രവാചകന്റെ പ്രവചനം നിവൃത്തിയാകത്തക്കോണം രാജകോചിതമായ സ്വീകരണം നൽകി യെരുശലേമിലേക്ക് ആനയിച്ചു. അതുപോലെ യേശു ലോകത്തിന്റെ രാജാവാണ്, യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പ്രഘോഷിക്കുന്ന മഹാസംഭവമാണ് യഹൂദന്മാർ അറിയാതെ അവരിലൂടെ ദൈവം പ്രവർത്തിച്ചത്. അതെ, യേശുവിന്റെ കുരിശിലെ മേലെഴുത്ത് റോമാ ഗവർണറായ പീലാത്തോസ് എഴുതി നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന കുറ്റപത്ര ബോർഡ്. പ്രിയ സ്നേഹിത, രാജാതിരാജാവും കർത്താവുമായ ഈ യേശുവിന്റെ രാജ്യത്വം നീ അംഗീകരിക്കുന്നുവോ? മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗത്തു നിന്നും ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. എബ്രായ പഞ്ചാംഗം അനുസരിച്ച് നീസാൻ മാസം 9-ാം തീയതി ഞായറാഴ്ച കാലത്താണ് യേശുവിന് ഈ രാജോചിതമായ സ്വീകരണം ലഭിച്ചത്. 12 വയസ്സ് മുതൽ എത്രയോ പ്രാവശ്യം ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് കാൽനടയായി സഞ്ചരിച്ചിട്ടുള്ള യേശുവിന് ഒരു മലയരികെയുള്ള ബേത്ഫാഗയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള യെരുശലേമിലേക്ക് ഒരു വാഹന മൃഗത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നുവോ? പിന്നെ എന്തിന് ഒരു വാഹന മൃഗത്തെ ഉപയോഗിച്ചു? ശാരീരിക ക്ഷീണത്താൽ അല്ല. പ്രത്യുത തന്നെ കുറിച്ച് സക്കറിയാ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. അതിനെക്കുറിച്ചുള്ള പ്രവചന നിവൃത്തിക്ക് വേണ്ടി ക്രിസ്തു അത് ചെയ്തു. യഹൂദജനം രാജകീയ സ്വീകരണം നൽകി. ഇപ്പോൾ രക്ഷിക്ക എന്നർത്ഥമുള്ള ഹോസന്ന വിളികളാൽ അന്തരീക്ഷം മുഖരിതമായി. കഴുത ആ കാലത്ത് സമാധാനത്തിന്റെ ചിഹ്നം ആയിരുന്നു. രാജാക്കന്മാരും രാജകുമാരന്മാരും യാത്രയ്ക്ക് കഴുതയെ ഉപയോഗിച്ചിരുന്നു. കുതിര അഹങ്കാരത്തിന്റെയും യുദ്ധത്തിന്റെയും പ്രതീകമാണ്. സമാധാന പ്രഭുവും ദിവ്യ സമാധാനത്തിന്റെ സന്ദേശഭാഗനുമായിരുന്ന യേശുവിന്റെ വിനയാന്വിതമായ സ്വഭാവത്തിന്റെയും ദൗത്യത്തിന്റെയും പ്രതീകമായി കഴുതയെ നമുക്ക് കാണാം. ആ കഴുതയെ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് അത് കെട്ടപ്പെട്ട ഒരു കഴുതയായിരുന്നു. യേശുവിനെ വഹിക്കുവാനായി കെട്ടപ്പെട്ട കഴുത സ്വതന്ത്രയായി. ബന്ധനങ്ങളാൽ സാത്താന്റെ അധീനതയിൽ കെട്ടപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം മുതലായ പാപത്തിന്റെ പ്രലോഭനങ്ങളിലൂടെ ഇന്നും പിശാച് അനേകരെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്ന് യേശുവിൽ കൂടി മാത്രമേ വിടുതല നേടുവാൻ കഴിയൂ. ബന്ധനമുക്തിക്കായി ലോകത്തിൻ്റെതായ മാർഗങ്ങൾ നാം തേടുമ്പോൾ പാപത്തിന്റെ ചങ്ങലയാൽ കൂടുതൽ ചുറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, അത് പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ പാപബന്ധനങ്ങളെ അറുത്തുമാറ്റി യേശുവിനെ വഹിക്കുന്ന ഒരു മാനപാത്രമായി യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. രണ്ടാമതായി, മെരുക്കമില്ലാത്ത ഒരു കഴുത ആയിരുന്നു അത്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത. മെരുക്കമില്ലാത്ത കഴുതക്കുട്ടിപ്പുറത്തുള്ള സവാരി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കഴുത വിരളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാം. കഴുതപ്പുറത്തുള്ള ആൾ വീഴാം. എത്ര ശ്രമകരമായിരിക്കും ആ യാത്ര. ഒരു കൗബോയ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവിന്റെ കരങ്ങൾ എത്ര അത്ഭുതകരങ്ങളായിരിക്കണം.
മെരുക്കമില്ലാത്ത കഴുതപ്പുറത്ത് ഒരു അപരിചിതൻ കയറിയിരിക്കുക തന്നെ പ്രയാസം. പിന്നെ അതിന്റെ മുമ്പിൽ മരക്കൊമ്പുകളും കുരുത്തോലകളും കളർ വസ്ത്രങ്ങളും വിരിക്കുകയും ചെവിയിൽ ഘോരഘോരം ആരവം മുഴക്കുകയും ചെയ്യുമ്പോൾ അതിനെ നയിക്കുന്നവൻ അമാനുഷ്യൻ തന്നെ. യേശു മെരുക്കമില്ലാത്ത ഹൃദയത്തിന് ഇണക്കവും ഇടുങ്ങിയ മനസ്സിന് വിശാലതയും വരുത്തുന്നവനാണ്. അവന്റെ കരങ്ങൾ അഖിലാണ്ടത്തെ പരിപാലിക്കുന്ന കരങ്ങളാണ്. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുകയും മനം തകർന്നവരെ മുറിവ് കിട്ടുകയും ചെയ്യുന്ന കരങ്ങളാണ്. 18 വർഷക്കാലം ഉളിയും കൊട്ടുവടിയും പിടിച്ച് തഴമ്പിച്ച കരങ്ങളാണ്. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ കരങ്ങളാണ്. കാൽവരി കുരിശിൽ കാരുണ്യപാണികൾ അടിച്ചു കയറ്റുവാൻ മനസ്സോടെ വിരിച്ചു കൊടുത്ത കരങ്ങളാണ്. കൂട്ടുകാരുടെ കാൽ കഴുകിയ കരങ്ങളാണ്. ഇന്നും മാനവ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കരങ്ങളാണ്. പ്രിയ സഹോദര സഹോദരി, ആണിപ്പഴുതുള്ള കരങ്ങളുമായി യേശു നിന്നെ വിളിക്കുന്നു. മെരുക്കമില്ലാത്ത നിങ്ങളെ ഇണക്കമുള്ളവരാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുമോ? മൂന്നാമതായി, കർത്താവിന് ഇതിന് ആവശ്യമുണ്ട്. യേശുവിന്റെ അവകാശ അധികാരമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവനും നമുക്കുള്ളവയും കർത്താവിന്റെ വകയും ദാനവുമാകിയാൽ അവയെ ഏത് സമയത്ത് ചോദിക്കുന്നതിനും തിരികെ എടുക്കുന്നതിനും കർത്താവിന് അധികാരമുണ്ട്. മറുത്തു നിൽക്കാതെ ചെറുത്തു നിൽക്കാതെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിന്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എന്നെ അനുഗമിക്ക എന്ന ആജ്ഞയാൽ അവർ സകലതും വിട്ട് അവനെ അനുഗമിച്ചു. യെശയ്യാ പ്രവാചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യത്തിന് മുമ്പിൽ മറുത്തു നിൽക്കാതെ അടിയനെ അയക്കണമേ എന്ന സമർപ്പണത്തോടെയുള്ള പ്രതികരണമാണ് യെശയ്യാവിൽ നിന്നും ഉണ്ടായത്. തൽഫലമായി ഇസ്രായേലിലെ ശ്രേഷ്ഠ പ്രവാചകനായി ദൈവം അവനെ ഉപയോഗിച്ചു. അതിനാൽ നമ്മെയും നമുക്കുള്ളവയും യേശുവിന്റെ മഹത്വമുള്ള സേവനത്തിനായി വിട്ടുകൊടുക്കാൻ. നാലാമതായി, കുരുത്തോല അത് വിജയത്തിന്റെ അടയാളമാണ്. ഈ തപ്പനയുടെ കുരുത്തോലയും കൊണ്ട് യേശുവിനെ എതിരേൽക്കുന്നത് യോഹന്നാൻ 12:13 കാണുന്നു. വിജയികളായി വരുന്ന കായിക താരങ്ങളെയും രാജാക്കന്മാരെയും സ്വീകരിക്കുന്നത് കുരുത്തോലകൾ ഏന്തിയായിരുന്നു. ഓസന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നത്രേ. രക്ഷിതാവും രാജാവുമായി ജനം യേശുവിനെ സ്വീകരിച്ച് യെരുശലേമിലേക്ക് ആനയിക്കുന്നു. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ മഹോപദ്രവ കാലത്ത് രക്ഷിക്കപ്പെട്ട രക്ഷിതഗണം കയ്യിൽ കുരുത്തോലയുമായി രക്ഷ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനം എന്ന് ആർക്കുന്നു. സ്തുതിയാകുന്ന കുരുത്തോലകളുമായി യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. അവനെ ജീവിതത്തിന്റെ രാജാവും കർത്താവുമായി നമുക്ക് പ്രതിഷ്ഠിക്കാം. തന്റെ രക്ഷണവേല തികച്ച് സ്വർഗത്തിലേക്ക് പോയ രാജാതിരാജനായ യേശു വാഗ്ദത്ത പ്രകാരം വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കളെ തന്നോട് ചേർക്കുവാൻ, ലോകത്തെ നീതിയോട് ന്യായം വിധിപ്പാൻ യേശു വീണ്ടും വരും. പ്രിയ സുഹൃത്തെ, ബന്ധനങ്ങളെ അഴിച്ച് സ്വതന്ത്രനാക്കി മെരുക്കവും ഇണക്കവുമുള്ളവരായി നിന്നെ രൂപാന്തരപ്പെടുത്തി തന്റെ രക്ഷണ വേലയിൽ കൂട്ടാളിയാക്കുവാൻ യേശു നിന്നെ ക്ഷണിക്കുന്നു. യെശയ്യാ പ്രവചനം 43-ൽ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് വായിക്കുന്നു. നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തുതിയാകുന്ന കുരുത്തോലയുമായി രാജാധിരാജനെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നെന്ന പോലെ ഒരു ദിവസം അവിടുന്ന് രാജാവും കർത്താവുമാണെന്ന് വിളംബരം ചെയ്തുകൊണ്ട് യെരുശലേമിലേക്ക് എഴുന്നള്ളിയ സംഭവത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ലോകരക്ഷിതാവായ അവിടുത്തെ മുമ്പിൽ ഹോസന്നെ നാർത്ത് വിളിച്ച ജനതയെ പോലെ ഞങ്ങളുടെ രക്ഷയ്ക്കായി യേശുവെ അവിടുന്ന് സഹിച്ച പങ്കപ്പാടുകളെയും ക്രൂശ് മരണത്തെയും പുനരുദ്ധാനത്തെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച വിടുതലായി വീണ്ടെടുപ്പിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാപബന്ധനങ്ങളെ അഴിച്ച് മെരുക്കമില്ലാത്ത അവസ്ഥയെ നീക്കി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമേ. സ്തുതിയാകുന്ന ഗുരുത്തോലകളുമായി അങ്ങേ ഞങ്ങളെ രാജാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് വരവിനായി ഒരുക്കണമെന്ന്
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.